ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ചിക്കൻ കല്ലിമിർച്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലിമിർച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും ഹിന്ദി വേർഡാണ്. അത് നമ്മൾ കുരുമുളകിനെയാണ് പറയണത്. അപ്പോൾ ചിക്കൻ കുരുമുളകിട്ട കറിയാണ്. ഈ ഒരു കറിക്ക് മസാലപ്പൊടികളൊന്നും ഇടൂല. ആദ്യം നമ്മൾ ഈ കുരുമുളകും ഈ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചിക്കനിൽ പിടിപ്പിച്ച് നമ്മളത് നല്ലപോലെ കുഴച്ച് കണ്ട അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ടിട്ട് പൊരിക്കില്ല. അതിന് പകരം കുരുമുളക് ഇട്ടിട്ടാണ് നമ്മളിത് പൊരിക്കുന്നത്. അപ്പോൾ ഉപ്പും കുരുമുളകും നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്തു. ഇത് ഫ്രൈ ആക്കാൻ കാരണം ഫ്രൈ ആക്കാതെയും വെക്കാം. പക്ഷേ ഫ്രൈ ആക്കി വെക്കണ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ചിക്കൻ തിളക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവില്ല, നല്ല ഷേപ്പോടെ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിനായതുകൊണ്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ അത് അടിവശം ഒന്ന് ഫ്രൈ ആയപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കണ്ടീഷനിൽ കണ്ട ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും നമ്മൾ ഇത് തിളക്കണ നേരത്തെ ഇത് വിട്ടുപോയില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒടിച്ച് 2 ചെറിയ സവാളയും ഇത്ര ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് പേസ്റ്റ് ആക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചിക്കൻ പൊരിച്ച ശേഷമുള്ള എണ്ണയിൽ ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചിക്കൻ പൊരിക്കാനൊക്കെ ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഹെൽത്ത് ഒരുപാട് നോക്കുന്ന ആളായതുകൊണ്ടിട്ടാണ് കേട്ടോ. എന്തിനാണോ കുറേ എണ്ണയൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറ്റിയിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ടേസ്റ്റ് ഉണ്ടാവണം ഫുഡിന്, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. നമ്മുടെ ശരീരവും നോക്കണം അല്ലേ. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയ ശേഷം ഞാൻ പേസ്റ്റാക്കി എടുത്ത് ആ സവാളയൊക്കെ വഴറ്റിയതിൽ തന്നെ ബാക്കി ഉണ്ടായ എണ്ണയിൽ ഈ പേസ്റ്റാക്കിയതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. എണ്ണ പോരായി ഉണ്ടെങ്കിൽ ഫ്രൈ പാൻ ആയതുകൊണ്ടിട്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും എണ്ണ പോരായിക തോന്നിയോണ്ടിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റി ചൂടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഫ്രൈ ആക്കിയതിൻ്റെ പാത്രം കണ്ടില്ല, അതിൽ തന്നെ ചിക്കനിൽ നിന്ന് പറഞ്ഞ നെയ്യെണ്ണ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത ശേഷം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പുളിയില്ലാത്ത തൈര് ഉണ്ടായിരുന്നു, കട്ട തൈര് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്ലാസ് ആദ്യം ഞാൻ ആ ഒരു ഗ്ലാസ് എടുത്തെങ്കിലും ഫുള്ളായിട്ട് ഒഴിച്ചില്ല, കാരണം ഇനി കൂടിപ്പോകുന്നുള്ള ഇതിൽ അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്കത് കുറവ് തോന്നിയതുകൊണ്ടിട്ട് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്ലാസ് മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാ. പുളിയില്ലാത്ത തൈര് വേണം. പുളിയുള്ളതാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റേ മാറും, ഭയങ്കര പുളിപ്പായിരിക്കും. പിന്നെ എന്നിട്ട് തൈരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ വീണ്ടും കുരുമുളക് ഉണ്ട്. നമുക്കിതിൽ എരിവായിട്ടൊന്നുമില്ല, ആകെ കുരുമുളക് മാത്രം. എന്നിട്ട് ഉപ്പിന് പോരായികയുള്ള കാരണം കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ലോ ഫ്ലെയിമിൽ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്ന് അതിലേക്ക് ഞാൻ കസ്തൂരി മേത്തിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് അങ്ങനെ വെക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കസ്തൂരി മേത്തിയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഒന്ന് അതിൻ്റെ ആ മസാലയൊക്കെ പേസ്റ്റാക്കിയതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കുരുമുളകും കൂടെ വീണ്ടും ഇട്ട്. ഒന്നാമതെ കുരുമുളകിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമെന്ന് എൻ്റെ എല്ലാ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കൊക്കെ കണ്ടറിയാൻ പറ്റും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പോരായികൊള്ളാണ് എണ്ണയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും വേണ്ട, ഒരു പൊടികളും ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ മിക്സി പേസ്റ്റ് ആക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് തിളപ്പിക്കാൻ വെക്കണം. 15 മിനിറ്റ് വെള്ളമൊക്കെ വറ്റി ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇത് കറി ഉണ്ടാവില്ല, വരട്ടിയായിരിക്കും എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ ഉപ്പിന് പോരായികോ തോന്നിയോണ്ടിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. ഒന്നും പറയാതിരിക്കാൻ വയ്യ. കുട്ടികൾ റൂമിൽ ഇരുന്ന് ഈ സ്മെല്ല് കൊണ്ടിട്ട് നല്ല സ്മെല്ലല്ലേ ഉമ്മി എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നു.
പിന്നെ ഒരു കാര്യം വിട്ടുപോയട്ടാ, നമ്മുടെ സവാള വഴറ്റുമ്പോൾ ഒരു 4-5 പച്ചമുളകും കൂടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വഴറ്റാൻ മറന്നുപോയി. ലാസ്റ്റ് ഒരു 4 പച്ചമുളക് ഇട്ട് മിക്സിയിലിട്ട് ഒതുക്കി അതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും ആകെയുള്ളത് പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഇതിൽ വന്നത്. പിന്നെ ലാസ്റ്റും തിളച്ചെന്ന് വെള്ളമൊക്കെ വറ്റുന്ന ടൈമിൽ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്ര മതി. ഇനി ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. കറി കാണാനൊക്കെ ഈ ഒരു കളറായിരിക്കും, ഈ ചുവന്ന് എണ്ണയൊക്കെ ആ ഒരു കളറ് ഉണ്ടാവില്ല. ഇതേപോലെ ബ്രൗൺ കളർ, ഇങ്ങനെ കറുത്ത ഒരു കളറായിരിക്കും. കാരണം കുരുമുളക് പൊടി വന്നുകൊണ്ടിട്ട് ഇതേ നമ്മുടെ ചിക്കനൊക്കെ കുറേയൊക്കെ കുട്ടികളൊക്കെ കഴിച്ച് തീർത്ത് അവസാനം ആയിട്ടാ തിളച്ച് വറ്റിയപ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ച് കൊടുത്തു ഫുഡ് കഴിക്കാനായിട്ട്. ബാക്കിയുള്ളതാണ് അതിൽ പാനിലുള്ളത്. അത് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കറുത്തിരിക്കണം. ഓ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസാലയില്ല. ഇഷ്ടമായ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബായ്.